15-ാം അധ്യായം. യഹൂദ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ ഓഹരി തെക്കേ ദേശത്തിന്റെ തെക്കേ അറ്റത്ത് ഏദോമിന്റെ അതിരായ സീൻ മരുഭൂമി വരെ തന്നെ. അവരുടെ തെക്കേ അതിർ ഉപ്പുകടലിന്റെ അറ്റം മുതൽ തെക്കോട്ട് നീണ്ടിരിക്കുന്ന ഇടക്കടൽ മുതൽ തന്നെയായിരുന്നു. അത് അക്രബീം കയറ്റത്തിന് തെക്കോട്ട് ചെന്ന് സീനിലേക്ക് കടന്ന് കാദേശ് ബർന്നേയയുടെ തെക്കുകൂടി കയറി ഹെസ്രോൺ കടന്ന് ആദാരിലേക്ക് കയറി കാൽക്കയിലേക്ക് തിരിഞ്ഞ് അസ്മോനിലേക്ക് കടന്ന് മിസ്രയീം തോടുവരെ ചെല്ലുന്നു. ആ അതിർ സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. ഇത് നിങ്ങളുടെ തെക്കേ അതിറായിരിക്കണം. കിഴക്കേ അതിർ യോർദാന്റെ അഴിമുഖം വരെ ഉപ്പുകടൽ തന്നെ. വടക്കേ അതിർ യോർദാന്റെ അഴിമുഖമായ ഇടക്കടൽ തുടങ്ങി ബേത്ത് ഹൊഗ്ലയിലേക്ക് കയറി ബേത്ത് അരാബായുടെ വടക്കുകൂടി കടന്ന് രൂബേന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ കയറി ചെല്ലുന്നു. പിന്നെ ആ അതിർ ആഖോർ താഴ്വര മുതൽ ദബീരിലേക്കു കയറി വടക്കോട്ട് തോടിന്റെ തെക്കുവശത്തുള്ള അതുമ്മീം കയറ്റത്തിനെതിരെയുള്ള ഗിൽഗാലിന് ചെന്ന് ഏൻ ഷെമെഷ് വെള്ളത്തിങ്കിലേക്ക് കടന്ന് ഏൻ രോഗോലിങ്കൽ അവസാനിക്കുന്നു. പിന്നെ ആ അതിർ ബെൻഹിന്നോം താഴ്വരയിലൂടെ കയറി യെരുശലേം എന്ന യെബൂസ്യഗിരിയുടെ തെക്കോട്ട് കടന്ന് ഹിന്നോം താഴ്വരയുടെ മുമ്പിൽ പടിഞ്ഞാറോട്ടും രഫായിം താഴ്വരയുടെ അറ്റത്ത് വടക്കോട്ടുമുള്ള മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുന്നു. പിന്നെ ആ അതിർ മലയുടെ മുകളിൽ നിന്ന് നെപ്തോഹയിലെ നീരുറവയിലേക്ക് തിരിഞ്ഞ് എഫ്രോൻ മലയിലെ പട്ടണങ്ങൾ വരെ ചെന്ന് കിര്യത്ത് യയാരീം എന്ന ബാലായിലേക്ക് തിരിയുന്നു. പിന്നെ ആ അതിർ ബാലാ മുതൽ പടിഞ്ഞാറോട്ട് സേയീർ മല വരെ തിരിഞ്ഞ് കെസാലോൻ എന്ന യയാരീം മലയുടെ പാർശ്വം വരെ വടക്കോട്ട് കടന്ന് ബേത്ത് ഷേമെഷിലേക്കിറങ്ങി തിമ്നായിലേക്ക് ചെല്ലുന്നു. പിന്നെ ആ അതിർ വടക്കോട്ട് എക്രോന്റെ പാർശ്വം വരെ ചെന്ന് ശിക്രോനിലേക്ക് തിരിഞ്ഞ് ബാലാമലയിലേക്ക് കടന്ന് യബ്നേനിൽ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. പടിഞ്ഞാറേ അതിർ നെടുകെ മഹാസമുദ്രം തന്നെ. ഇത് യഹൂദ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിന്റെ ചുറ്റുമുള്ള അതിർ. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ അവൻ യെഫുന്നയുടെ മകനായ കാലേബിന് യഹൂദ മക്കളുടെ ഇടയിൽ ഓഹരിയായിട്ട് അനാക്കിന്റെ അപ്പനായ അർബായുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു. അവിടെ നിന്ന് കാലേബ് അനാക്കിന്റെ പുത്രന്മാരായ ശേഷായി, അഹീമാൻ, തൽമായി എന്നീ 3 അനാക്യരെ നീക്കിക്കളഞ്ഞു. അവിടെ നിന്ന് അവൻ ദബീർ നിവാസികളുടെ നേരെ ചെന്നു. ദബീരിന്റെ പേർ മുമ്പേ കിര്യത്ത് സേഫർ എന്നായിരുന്നു. കിര്യത്ത് സേഫർ ജയിക്കുന്നവന് ഞാൻ എന്റെ മകൾ അക്സായെ ഭാര്യയായി കൊടുക്കുമെന്ന് കാലേബ് പറഞ്ഞു. കാലേബിന്റെ സഹോദരനായ കെനസിന്റെ മകൻ ഒത്നീയേൽ അതിനെ പിടിച്ചു. അവൻ തന്റെ മകൾ അക്സായെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നാറെ തന്റെ അപ്പനോട് ഒരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നിനക്ക് എന്തു വേണം എന്ന് ചോദിച്ചു. എനിക്ക് ഒരു അനുഗ്രഹം തരേണം. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്. നീരുറവുകളെയും കൂടെ എനിക്ക് തരേണം എന്ന് അവൾ ഉത്തരം പറഞ്ഞു. അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകളെ കൊടുത്തു. യഹൂദാ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം ഇതത്രേ. എദോമിന്റെ അതിർത്തിക്കരികെ തെക്കേ അറ്റത്ത് യഹൂദാ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ: കിബ്സയേൽ, ഏദർ, യാഗൂർ, കീന, ദിമോന, അദാദ, കേദശ്, ഹാസോർ, യിത്നാൻ, സീഫ്, തേലെം, ബയാലോത്ത്, ഹാസോർ, ഹദത്ത, കെരിയോത്ത് ഹാസോർ എന്ന കെരിയോത്ത് ഹെസ്രോൺ, അമാം, ഷെമ, മൊലാദ, ഹസർഗദ്ദ, ഹെഷ്മോൻ, ബേത്ത് പേലത്ത്, ഹസർ ഷുവാൽ, ബേർഷേബ, ബിസോത്യ, ബാല, ഈയേം, ഏസം, എൽത്തോലദ്, കെസീൽ, ഹോർമ, സിഗ്ലാഗ്, മദ്മന്ന, സൻസന്ന, ലബായോത്ത, ഷിൽഹീം, ആയിൻ, റിമ്മോൻ, ഇങ്ങനെ ആകെ 29 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും തന്നെ. താഴ്വീതിയിൽ എസ്തായോൽ, സോര, അഷ്ന, സനോഹ, ഏൻഗന്നീം, തപ്പൂഹ, ഏനാം, യർമൂത്ത്, അദുല്ലാം, സോഗോ, അസേക്ക, ഷാരയീം, അതീഥയീം, ഗദേര, ഗദരോഥയീം, അങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. സെനാൻ, ഹദാശ, മിഗ്ദൽഗാദ്, ദിലാൻ, മിസ്പ, യൊക്തയേൽ, ലാഖീഷ്, ബോസ്കത്ത്, എഗ്ലോൻ,
കബ്ബോൻ, ലഹ്മാസ്, കിത്ലീഷ്, ഗെദരോത്ത്, ബേത്ത് ദാഗോൻ, നാമ, മക്കേദ. ഇങ്ങനെ 16 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ലിബ്ന, ഏഥർ, ആശാൻ, യിപ്താഹ്, അശ്ന, നസീബ്, കെയില, അക്ലീബ്, മാരേശ. ഇങ്ങനെ 9 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. എക്രോനും അതിന്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും. എക്രോൻ മുതൽ സമുദ്രം വരെ അസ്തോദിന് സമീപത്തുള്ളവയൊക്കെയും അവയുടെ ഗ്രാമങ്ങളും. അസ്തോദും അതിന്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും. ഗസ്സായും മിസ്രയീം തോടുവരെയുള്ള അതിന്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും. മഹാസമുദ്രം അതിനു നെടുകെ അതിരായിരുന്നു. മലനാട്ടിൽ ഷാമീർ, യഥീർ, സോഖോ, ദന്ന, ദബീർ എന്ന കിര്യത്ത് സന്ന, അനാബ്, എസ്തമോ, ആനീം, ഗോഷൻ, ഹോലോൺ, ഗീലോ. ഇങ്ങനെ 11 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. അരാബ്, ദോമ, യശാൻ, യാനീം, ബേത്ത് തപ്പുഹ, അഫേക്ക, ഹുമുത്ത, ഹെബ്രോൺ എന്ന കിര്യത്ത് അർബ, സിയോൺ. ഇങ്ങനെ 9 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. മാവോൻ, കർമേൽ, സീഫ്, യൂത്ത, ഇസ്രയേൽ, യോക്ദയാം, സാനോഹ, കെയീൻ, ഗിബയ, തിംന. ഇങ്ങനെ 10 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഹൽഹൂൽ, ബേത്ത് സൂർ, ഗദോർ, മാരാത്ത്, ബേത്ത് അന്നോത്ത്, എൽതെക്കോൻ. ഇങ്ങനെ 6 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. കിര്യത്ത് യയാരീം എന്ന കിര്യത്ത് ബാൽ, റബ്ബ. ഇങ്ങനെ 2 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. മരുഭൂമിയിൽ ബേത്ത് അരാബ, മിദ്ദീൻ, സെഖാഖ, നിബ്ഷാൻ, ഈർ ഹമേല, ഏൻഗദി. ഇങ്ങനെ 6 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. യെരൂശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെയോ യഹൂദാ മക്കൾക്ക് നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. അങ്ങനെ യെബൂസ്യർ ഇന്നുവരെ യഹൂദാ മക്കളോടുകൂടെ യെരൂശലേമിൽ പാർത്തുവരുന്നു.